ഈ കിടാവ് ഉണ്ടായിട്ട് ഇപ്പൊ 1 മാസമായുള്ളൂ. അത് ശരി അത് ശരി. ഇതിങ്ങനെ പുറത്തോട്ട് നടക്കുവോ? ഇതിങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. ശരി. അത് ഇവിടെയുള്ള ഈ പട്ടിയൊക്കെ ആയിട്ട് ഇണങ്ങി അതാ പട്ടിയൊക്കെ അതിന്റെ കൂട്ടുകാരൊക്കെ. ഇതിന്റെ തീറ്റയൊക്കെ എന്നാ സാറേ നമ്മൾ കൊടുക്കുന്നത്? ഇങ്ങനെ പുല്ലും ഈ വെള്ളയും മാത്രം മതിയോ? മെയിനായിട്ട് ഇത് നമ്മളെ കൃഷിയിടത്തിന്റെ സൈഡിൽ കൂടെയുള്ള പള്ളകളെല്ലാം ഇവിടെ വെട്ടിയിട്ടാ കൊടുക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഇതിനു വേണ്ടി പുൽകൃഷിയൊന്നും ചെയ്യുന്നില്ല. ഇതിന്റെ ഈ കിടാവ് ഉണ്ടായിട്ട് ഇപ്പൊ 1 മാസമായുള്ളൂ. അത് ശരി അത് ശരി. ഇതിങ്ങനെ പുറത്തോട്ട് നടക്കുവോ? ഇതിങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. ശരി. അത് ഇവിടെയുള്ള ഈ പട്ടിയൊക്കെ ആയിട്ട് ഇണങ്ങി അതാ പട്ടിയൊക്കെ അതിന്റെ കൂട്ടുകാരൊക്കെ. എന്തായാലും നമുക്ക് ഈ ആട്ടുതൊഴുത്തിലേക്ക് പോവാം. ആടുകൾ എത്രയാണ് സാറേ? ആടിപ്പം കറവയുള്ള ഒരാടും അതിന്റെ 2 കുഞ്ഞുങ്ങളായി നിൽക്കുന്നത്. പിന്നെ അതിന്റെ തന്നെ ആദ്യത്തെ പ്രസവത്തിലുള്ള 2 മുട്ടന്മാരാ നിൽക്കുന്നത്. അത് ശരി അത് ശരി. ഇത് ഏതിനവാ? ഇത് ഈ ബീറ്റിന്റെ ഒരു സങ്കരനമാണ്. ഇതിന്റെ ആദ്യം ഇതിന്റെ ബീറ്റിന്റെ കുഞ്ഞുണ്ടായതാണ് ഇത്. അപ്പൊ അതിന്റെ കുഞ്ഞാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. ശരി ശരി. ആട് കൂടുതലുണ്ടായിരുന്നോ? നേരത്തെ കൂടുതലുണ്ടായിരുന്നു, കൂട് നിറച്ചുണ്ടായിരുന്നു. ഇതിനെ പരിപാലിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അതങ്ങ് നിർത്തി വെച്ചിരിക്കുക. എന്തായാലും ആടിനെയും പശുക്കളെയും എല്ലാം പരിപാലിക്കുന്നത് ഇപ്പോഴത്തെ കാർഷിക ആവശ്യങ്ങളെ അതുകൊണ്ട് ഇതിലെല്ലാം കൂടെ ഒരു കമ്പൈൻഡ് ആയിട്ട് പോയാലേ ഇതിന് നമുക്കൊരു എന്തെങ്കിലും പ്രയോജനമുള്ളൂ. നമ്മള് ഈ വളപ്രയോഗമൊക്കെ എങ്ങനെയാണ്? നമ്മള് ഇതിങ്ങനെ നേരിട്ട് ചാണകം ഇടുവാണോ അല്ലെങ്കിൽ പിന്നെ നമ്മളെന്തെങ്കിലും കലക്കി ഒഴിക്കുന്ന എന്തെങ്കിലും രീതിയാണോ? ഞാനത് സ്ലറി ആയിട്ട് വിടുന്ന രീതിയാ. ശരി. അത് ഇവിടെ പുറയിലൊരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിനകത്ത് നമ്മള് കുറച്ച് ഈ ട്രൈക്കോഡർമയൊക്കെ മിക്സ് ചെയ്ത് അതുങ്ങളെ കൂട്ടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശരി. എന്തൊക്കെയാ ഏലം അല്ലാതെ പിന്നെ എന്താ നാണ്യവിളകളുള്ളത്? ഏലം അല്ലാതെ കുറച്ച് ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് പപ്പായ, കപ്പളങ്ങ. ശരി. കപ്പളമാണ് യഥാർത്ഥത്തിലുള്ള നമുക്ക് ഈ പനിയുടെ കാലഘട്ടങ്ങളിലൊക്കെ നമ്മളെ പനി പിടിപ്പിക്കാതെ രക്ഷപ്പെടുത്തിയത്. ശരി. അത് ദിവസം ഓർണമെങ്കിലൊക്കെ കഴിക്കുമായിരുന്നു. ശരി ശരി. പിന്നെ ഈ അത്തിപ്പഴമുണ്ട്. അത് ഈ റോഡ് സൈഡിൽ നിൽക്കുന്നതാണ് മെയിനായിട്ട്. അത് നമുക്ക് ഈ പ്രഷറിന്റെ അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണെന്നാ പറയുന്നത്. ശരി. അതിങ്ങനെ ആൾക്കാര് വെറുതെ നമുക്കത് പഴുത്ത് കഴിയുമ്പോൾ അത് അതിന്റെ തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കഴിക്കാം. ശരി. അപ്പൊ എന്തായാലും പപ്പായ, അത്തി തുടങ്ങിയിട്ടുള്ള വിളകള് അത് ഇതൊക്കെ പിന്നെ മാതള നാരങ്ങ എല്ലാം ഉണ്ട് പറയില്. ശരി. നമുക്കിത് കൃഷിയിടത്തിലേക്ക് പോകാം. എല്ലാം ഒന്നും പരിചയപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ പോലും അത്യാവശ്യം കൃഷിയുടെ കാഴ്ചകളിലേക്ക് നമ്മൾ പോവുകയാണ്. പേരുണ്ടല്ലോ സാറേ? അതിന്റെ ഫോട്ടോ കൂടെ എടുത്തോളാൻ അവൻ പറയണേ. അതെ അതെ, നമ്മളെടുത്തു. ഇതാണ് അങ്ങ് പറഞ്ഞ പപ്പായ അല്ലേ? പപ്പായ കുറെ അതുകൂടാതെ വേറെ സൈഡിലൊക്കെ ഉണ്ട്. അത് ശരി. ഏലമുണ്ട്. ഇതിങ്ങനെ കാട്ടുപാവിന് പോലെ അല്ലേ? അതൊക്കെ നമ്മളെ ഇതിന്റെ ഒരു അത്യാവശ്യം പച്ചക്കറി നമ്മുടെ ആവശ്യമുള്ള വീട്ടാവശ്യമുള്ളതൊക്കെ നമ്മുടെ കൃഷിയുണ്ട്. ഒരു ജൈവ പരിസരമാണ് പങ്കയുടെ കൃഷിയിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം നമ്മുടെ വീട്ടാവശ്യമുള്ള കൃഷി, പയറും അതും എല്ലാം നമ്മൾ ഇവിടെ തന്നെ കൃഷി ചെയ്തെടുക്കുക. ഇത് മധുരക്കിഴങ്ങും ഉണ്ടല്ലേ? മധുരക്കിഴങ്ങും ഉണ്ട്, ഏത്തവാഴയുണ്ട്, പയറ്, കുമ്പളങ്ങ അതെല്ലാം ഉണ്ട്. എന്തോരുണ്ട് കൃഷിയിടം? ഇത് മൊത്തം 4 ഏക്കറാണ്. ഒരു കാലത്ത് കുരുമുളകായിരുന്നു അല്ലേ? ഒരു ഭാഗത്ത് കുരുമുളകായിരുന്നു. കുരുമുളകും തെങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യം തെങ്ങായിരുന്നു. തെങ്ങൊക്കെ നശിച്ചു കഴിഞ്ഞപ്പോ പിന്നെ കുറെ കുരുമുളക് പരീക്ഷിച്ച് നോക്കി. അതും ഇങ്ങനെ അധികം നാളെ ഇങ്ങനെ നിക്കില്ല. അത് കേട് വന്നു കഴിയുമ്പോ അത്ര ഫലപ്രദം അല്ലാന്ന് തോന്നിയോണ്ടാണ് ഏലം കൃഷിയിലേക്ക് പോയത്. ശരി ശരി. ഏലം കൃഷി നമ്മൾ ഈ ചാണകത്തിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ജൈവ കൃഷിയും രാസവള കൃഷിയും കൂടെ മിക്സ് ചെയ്തുള്ള ഒരു കൃഷിയാണ് എന്റെ കൃഷി രീതി. ശരി ശരി. എന്തായാലും കാർഷിക രംഗത്ത് വിപുലമായ തരത്തിൽ നമ്മുടെ കാർഷിക പ്രവർത്തനങ്ങളിൽ പോലും പരിമിതമായ തോതിൽ നടത്തണമെങ്കിൽ പോലും ജൈവ രീതിയിലുള്ള ഒരു പരിപാലന മുറയാണ് ആവശ്യം. ജൈവം തന്നെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. രാസവളം അത്യാവശ്യം നമുക്ക് ഒരു സപ്പോർട്ടീവായിട്ട് രാസവളം ഉപയോഗിക്കാം. അമിതമായിട്ട് രാസവളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ആദായം കിട്ടും. ചിലപ്പോൾ അത് അമിത രോഗങ്ങൾ മൂലം ഇത് അഴുകലൊക്കെ വന്ന് നശിക്കാനും സാധ്യതയുണ്ട്. ശരി. ഒരു സപ്പോർട്ടീവായിട്ട് രാസവളം കൊടുക്കാമെന്ന് മാത്രം. ശരി. ഇത് സാറേ കൂർക്കയാണ്.
ഇത് കൂർക്ക. കൂർക്ക. ഇത് പന്നിശല്യം ഒഴിവാക്കാൻ വേണ്ടി ഇതിങ്ങനെ മോളിക്കട കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും സന്തോഷ് സാറിന്റെ കൃഷിയുടെ കാഴ്ചകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് വർഷങ്ങൾ നീണ്ട ഒരു പരിശ്രമം, അല്ലെങ്കിൽ ഒരു പ്രായോഗിക തലത്തില് ഓരോ തരത്തിലും നമ്മളെ ഇത് ഒരു മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു സൈഡ് വരുമാനം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനകത്തേക്ക് പതുക്കെ തുടങ്ങിയത്. അത് ശരി. തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് വരുമാനത്തിന് കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു ശാരീരികമായിട്ടുള്ള ഒരു ചെറിയ വ്യായാമത്തിന്റെ ഒരു ഫലവും കൂടെ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ഒരു റൗണ്ട് നമ്മളിനകത്ത് ഇറങ്ങി നടക്കുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ വ്യായാമമായി, മനസ്സിനും ഒരു സന്തോഷമായി, ഒരു വരുമാനമായി. അതിന്റെ സപ്പോർട്ടീവായിട്ട് ഇത് ഇപ്പം പശുവും ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു ജൈവ സമ്പന്നമായ ഒരു കൃഷിയിടമായിട്ട് പതുക്കെ ഇത് മാറ്റി വന്നതോടുകൂടിയാണ് ഇത്രയൊക്കെ ഈ വേനൽക്കായാലും കഴിഞ്ഞ ഉണക്കിന്റെ സീസണിലായാലും ഇത് പിടിച്ചു നിൽക്കുന്നത്. അതെ. വരൾച്ചയുടെ നടുവിലും പച്ചപ്പ് നിറഞ്ഞൊരു കൃഷിയുടെ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്.